ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് 2023 പുറത്തിറങ്ങിയിട്ടുള്ള ഇൻഡിഗോ എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ഹൊറർ സിനിമയാണ്. സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇൻഡിഗോ എന്ന് അർത്ഥമാക്കുന്നത് എന്താണെന്ന് പറയാം. അതൊരു സിക്സ്ത് സെൻസ് ആണ്. അതായത് മറ്റുള്ള മനുഷ്യന്മാർക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ, എസ്പെഷ്യലി പ്രേതങ്ങളെയൊക്കെ കാണാനായിട്ട് ഇവർക്ക് പറ്റും. അങ്ങനെയുള്ള രണ്ട് സഹോദരിമാരാണ് സോറയും നിൻഡയും. അവരുടെ കഥയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് ഈ ഒരു കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സിഖാർ എന്ന് പറയുന്ന ഒരു എക്സോസിസ്റ്റിനെയാണ്. പുള്ളിക്കാരി ഇപ്പോൾ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അത് മറ്റാരുടെയുമല്ല, നമ്മുടെ സോറയുടെ തന്നെ വീടാണ്. സോറയുടെ മാതാപിതാക്കളായിട്ടുള്ള മിരയും അതുപോലെ തന്നെ വിഷ്ണുവുമാണ് ഇപ്പോൾ സിഖാറിനെ അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ മാതാപിതാക്കള് സിഖാറിന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഞങ്ങളുടെ മകള് ഒരു ഇൻവിസിബിൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവളുടെ പേര് വിദുരി എന്നാണ്. അതൊരു പ്രഗ്നന്റ് വുമൺ ആണെന്ന് സോറ ഇടയ്ക്ക് പറയാറുണ്ട്. ഇതെന്താ ഇങ്ങനെയെന്ന് ഞങ്ങൾക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ സിഖാർ കാര്യം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയുള്ളവരെ ഇൻഡിഗോ എന്നാണ് പറയാറുള്ളത്. ഇവർക്ക് പ്രേതങ്ങളെയും മറ്റുള്ള പലതും മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുന്ന പല കാര്യങ്ങളും കാണുവാനായിട്ട് പറ്റും. പറഞ്ഞു തീർന്നില്ല, സോറ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അവളിപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുക. മോള് ആരെടുത്തയാ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ എക്സോസിസ്റ്റ് ആയിട്ടുള്ള സിക്കാർ ചോദിക്കുന്നുണ്ട്. വിദുരിയുടെ കൂടെയാന്ന് പറഞ്ഞിട്ട് അവള് അടുക്കള ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ സിക്കാറും കൂടെ ചെല്ലുകയാണ്. സോറ ഇപ്പോൾ ഒരു മേശയ്ക്കടിയിലായിട്ട് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വിദുരി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദേ അവളിതാ അതിന്റെ മുകളിലുണ്ടെന്ന്. അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമ്മുടെ സിക്കാറിന് ഒന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴേക്കും സോറ മുകളിലത്തെ നിലയിലേക്ക് ഓടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെയർ കേസ് കയറിയിട്ട് മാതാപിതാക്കളും സിക്കാറും കൂടെ ചെല്ലുന്നുണ്ട്. മാനസികമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സോറയ്ക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ടായിരുന്നു. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു സൂപ്പർ നാച്ചുറൽ പവർ കൂടാതെ അവൾക്ക് നല്ല രീതിയിൽ പടം വരയ്ക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ആ ഒരു പ്രഗ്നന്റ് വുമന്റെ പടം വരച്ചത് നമ്മുടെ സിക്കാറിന് അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് സോറ നിൽക്കുന്നതിന്റെ പുറകിലായിട്ട് ഒരു ഡോറുണ്ട്. ആ ഡോറും തുറന്നുകൊണ്ട് പ്രേതം അവളെ പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോവാണ്. ഇത് നമ്മുടെ സിക്കാർ കാണുന്നുണ്ട്. അവളും കൂടെ തന്നെ പാഞ്ഞു പോയി നോക്കുമ്പോൾ സോറയുടെ ദേഹത്തായിട്ട് ഇപ്പോൾ എന്തോ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഈ ഒരു പ്രേതം സോറയുടെ ദേഹത്തേക്ക് കയറാനായിട്ട് ശ്രമിച്ചതായിരുന്നു. സോറയുടെ മാതാപിതാക്കൾ അപ്പോൾ സിക്കാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, അവളുടെ ഈ ഒരു കഴിവുകൾ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന്. അങ്ങനെ അവളുടെ ആ ഒരു സിക്സ് സെൻസ്, ഇൻഡിഗോ എന്നുള്ള ആ ഒരു കഴിവ് ഇല്ലാതാവുകയാണ്. അങ്ങനെ 17 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ദേ അവനാണ് അക്സ. ഈ കമ്പനിയിലുള്ള മാനേജറാണെന്നുണ്ടെങ്കിൽ അവനെ ഇങ്ങനെ ഏത് നേരം വഴക്കിട്ടുകൊണ്ടിരിക്കും. ഈ ഒരു കമ്പനിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രാജിവെച്ചാൽ മതി എന്നുള്ള ചിന്തയിലാണ് അവൻ. ഇപ്പോൾ നമ്മുടെ സോറയാണെങ്കിൽ വളർന്നു വലുതായി വലിയ പെൺകുട്ടിയായിട്ടുണ്ട്. അവൾ നല്ല രീതിയിൽ പടം വരയ്ക്കുമായിരുന്നല്ലോ. ഇപ്പോൾ അവൾക്ക് സ്വന്തമായിട്ടൊരു ആർട്ട് ഗാലറി തന്നെയുണ്ട്. അതൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നതാണ് പുള്ളിക്കാരുടെ മെയിൻ പരിപാടി. സോറയുടെ ബോയ് ഫ്രണ്ട് കൂടിയാണ് നമ്മൾ നേരത്തെ കണ്ട അക്സ. 5 മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെയും വിവാഹം നടക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോറയുടെ അനിയത്തിയായിട്ടുള്ള നിൻഡയുടെ സ്കൂളിൽ നിന്നും ഒരു ഫോൺ കോള് നമ്മുടെ സോറയ്ക്ക് വരുന്നത്. ഇക്കാര്യം അക്സയോട് കൂടി പറഞ്ഞതിന് ശേഷം അവൾ നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലെത്തിയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് സോറ ഞെട്ടിപ്പോവാണ്. നിന്റെ ബോധമില്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ സ്കൂളിൽ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ടൂറ് പോയിട്ടുണ്ടായിരുന്ന ബസ് പുറപ്പെട്ടപ്പോൾ തന്നെ ആ ഒരു ബസ് നിർത്തണം, അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നൊക്കെ പൊളിച്ചിട്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുകയാണ് ഈ ഒരു പ്രിൻസിപ്പൾ. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അന്ന് സോറയ്ക്ക് ഈ ഒരു ഇൻഡിഗോ പവർ ആ സിക്കാർ എന്ന് പറയുന്ന എക്സോസിസ്റ്റ് ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു കാര്യം തന്നെ അവൾക്ക് ഓർമ്മയില്ല കേട്ടോ, ഇൻഡിഗോ എന്താണെന്നും അങ്ങനെയുള്ള ഒരു കാര്യം. വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ സോറയാണെന്നുണ്ടെങ്കിൽ എന്താ മോക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ പറയുന്നുണ്ട്, അന്ന് അച്ഛനും അമ്മയും മരിച്ച ആ ഒരു കാർ ആക്സിഡൻറ്റില്ലേ, അതൊക്കെ ഞാൻ നേരത്തെ തന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ നിൻഡയ്ക്കാണ് ആ ഒരു ഇൻഡിഗോ പവർ ഉള്ളത്. ചില അപകടങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും പ്രേതങ്ങളെ നേരിട്ട് കാണാനുമുള്ള ഒരു കഴിവ് ഇപ്പോൾ നമ്മുടെ നിൻഡയ്ക്കുണ്ട്. അന്ന് കാർ ആക്സിഡൻ്റ് ആയതിന് പോകുന്നതിന് മുമ്പ് തന്നെ താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിൻഡ. അങ്ങനെ ഇവരുടെ ഈ അച്ഛനും അമ്മയും മരിച്ചു പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമാണ് അന്ന് ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള അക്സ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവളുടെ അടുത്ത് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, ഇവൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതും സൂയിസൈഡ് ആയിരുന്നു. തൻ്റെ അച്ഛൻ അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന ഒരാളല്ല എന്നാണ് അവൻ പറയുന്നത്. അതിന് പിന്നിലുള്ള രഹസ്യങ്ങളും മറ്റുമൊക്കെ കണ്ടെത്താനായിട്ട് സിക്കാറിൻ്റെ അടുത്ത് പോവുകയാണെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇപ്പം നമ്മുടെ സോറയ്ക്ക് ഒരു വിശ്വാസമില്ല. ഒന്നാമത് അവൾക്ക് ഈ ഒരു ഇൻഡിഗോ എന്താണെന്നോ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പം അറിയില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ലോജിക്കായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ അവൾക്ക് ഇപ്പോൾ വിശ്വാസമുള്ളൂ. അക്സ എങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് പോയി. ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുകയും ചെയ്തു. രാത്രിയായി നിന്റെ കിച്ചണിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാണ്. അപ്പോൾ അടുക്കള ഭാഗത്ത് നിന്നായിട്ട് എന്തൊക്കെയോ സൗണ്ടൊക്കെ അവൾ കേൾക്കുന്നുണ്ട്. ഒരു ജനലാണെന്നുണ്ടെങ്കിൽ തുറന്ന് കിടക്കുന്നുമുണ്ട്.
അവൾ ആ ഒരു ജനലൊക്കെ അടച്ചതിന് ശേഷം തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോഴും അവിടെ നിന്നൊരു സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് അവൾ നോക്കുന്നുണ്ട്. ഒന്നും തന്നെ കാണുന്നില്ല. എനിക്ക് തോന്നിയതാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ ആ ഒരു ജനലടച്ചിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു ഭീകര രൂപിയായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ നോക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ അതിനെ കാണാനുമില്ല. അവളാകെ പേടിച്ച് വിറച്ച് അവിടെ ഉണ്ടായിരുന്ന ചില്ലൊക്കെ പൊട്ടി എല്ലാവരും ഓടിക്കൂടി വന്നിട്ടുണ്ട്. ഈ വീട്ടിലാണെന്നുണ്ടെങ്കിൽ 2 സർവൻറ്റും ഉണ്ടായിരുന്നു. ഇവരാരും തന്നെ അതിനെ കാണുന്നുമില്ല. അവിടെ ഒന്നുമില്ല മോളെ എന്നൊക്കെ നമ്മുടെ സോറ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ അങ്ങോട്ടേക്ക് പോയിട്ട് അത് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവളുടെ പുറകിലായിട്ട് ഇപ്പോഴും ആ ഒരു ഭീകരരൂപിയുണ്ട്. അത് ആ ഒരു തുണിയിൽ ഇങ്ങനെ ഉടക്കി നിന്നപ്പോൾ നമ്മുടെ സോറയും ആ ഒരു കാഴ്ച കാണുന്നുണ്ട്. അവൾക്കും മനസ്സിലായി ഇവിടെ എന്തോ ഉണ്ടെന്ന്. ആ വേലക്കാരികളും ഇത് കണ്ടിട്ട് ആകെ പേടിച്ച് വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഇവരെങ്ങനെയൊക്കെയോ കിടന്നുറങ്ങി. അടുത്ത ദിവസം അക്സയും കൂട്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ സിക്കാറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വളരെ ചെറുപ്പത്തിൽ നടന്ന കാര്യമായതുകൊണ്ട് തന്നെ സോറയ്ക്ക് സിക്കാർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ ഓർമ്മയില്ല. സിക്കാറിൻ്റെ മകനായിട്ടുള്ള ദഫയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. അവൻ ഈ കാര്യങ്ങളിലൊന്നും തന്നെ താല്പര്യമില്ല. അവൻ അവിടെ നിന്ന് അവരുടെ അടുത്ത് ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട്. മകളായിട്ടുള്ള എൽമ വന്നിട്ട് അവരകത്തേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സിക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ നിന്ദയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ പറ്റിയിട്ട് സിക്കാർ പറയുകയാണ്. അതായത് ഈ ഒരു കഴിവ്, ഈ ഒരു ഇൻഡിഗോ എന്ന് പറയുന്ന ഈ കഴിവ് ഇപ്പോൾ എന്തായാലും മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. വളരെ ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിയേനെ. പക്ഷേ അത് ഒരുപാട് ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പരമാവധി ആ ഒരു പ്രേതം ഇവളുടെ ശരീരത്തിലേക്ക് കയറാതെ നോക്കണമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ സോറയ്ക്ക് ഇതൊക്കെ റബ്ബിഷാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് തെറ്റി ഇറങ്ങി പോവാണ്. അക്സയുടെ അടുത്ത് അവൾ ഒരുപാട് ചൂടാവുന്നുണ്ട്. നിനക്ക് എന്ത് ഭ്രാന്താണ്, നീ വലിയ കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നത്, എന്നിട്ട് ഇതൊക്കെ വിശ്വസിക്കുന്നത്? സോറ എങ്ങനെ നിന്ദയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് തന്നെ പോവാണ്. ഇപ്പൊ സോറ സോഫയിൽ ഇരുന്നുകൊണ്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ന്യൂസ് കണ്ടിട്ട് അവൾ ഞെട്ടിത്തരിച്ചിരിക്കുന്നത്. അതായത് ഇവരുടെ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുള്ള ആ ഒരു ബസ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ബസ്സിന്റെ ബ്രേക്ക് പോയതാണ് കാരണം എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിന്ദയാണ്. അവളിപ്പോൾ പുറത്തുനിന്ന് ഒരു സൗണ്ട് കേട്ട് ഡോർ തുറന്ന് നോക്കുന്നുണ്ട്. സോറയാണെന്ന് വിചാരിച്ചിട്ടാണ് ഡോർ തുറന്നത്. പക്ഷേ ഒന്നും തന്നെ അവൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അവൾ തിരികെ റൂമിലേക്ക് തന്നെ കയറിയിട്ട് വാതിലടച്ച് നോക്കുമ്പോഴാണ് വീണ്ടും സൗണ്ട് കേൾക്കുന്നത്. ഇതെന്ത് പുകില്? അവളങ്ങനെ വീണ്ടും ഡോർ തുറക്കാനായിട്ട് പോവാണ്. പക്ഷേ ഇത്തവണ ഡോറ് തനിയെ അങ്ങോട്ട് അടയാണ്. ശേഷം അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ ബെഡിലായിട്ട് ആ ഒരു ഗർഭിണി പ്രേതം ഇരിക്കുകയാണ്. അത് അവളുടെ നേരെ ഇങ്ങനെ പതിയെ പതിയെ ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് നടന്നു വരികയാണ്. ഇവൾക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ചേച്ചി അവൾ വിളിക്കുന്നുണ്ട് സോറ സോറ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രേതം അവിടെ നിന്ന് മാഞ്ഞു പോവാണ്. അവൾ എന്നിട്ട് വീണ്ടും ഈ ഒരു ഡോർ ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രേതം അവളുടെ തൊട്ടടുത്ത് ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അവൾ കണ്ണടച്ച് പിടിച്ചേക്കാണ്. അവൾ പതിയെ ഇങ്ങനെ കണ്ണങ്ങോട്ട് തുറന്ന് നോക്കിയതും ഈ പ്രേതം ഇവളുടെ തൊട്ടടുത്തായിട്ട് വായും പൊളിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇന്ത്യയുടെ നിലവിളി കേട്ടിട്ട് നമ്മുടെ സോറ അങ്ങോട്ടേക്ക് ഓടിപ്പോയി നോക്കുന്നുണ്ട്. അവളുടെ വയറ്റിലായിട്ട് ഇപ്പോൾ ഒരു ചെറിയ മുറിവ് പറ്റിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് ഇവർക്ക് ആർക്കും തന്നെ പിടികിട്ടുന്നില്ല. ജോലിക്കാരാണെന്നുണ്ടെങ്കിലും ആകെ പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിന്റെയുമായിട്ട് ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അക്സ അങ്ങോട്ടേക്ക് അപ്പോൾ വരുന്നുണ്ട്. കൂടെ സിക്കാറും ഉണ്ടായിരുന്നു. എന്നിട്ട് ഇൻഡിഗോ എന്നുള്ള ആ ഒരു കഴിവ് തനിക്കും ഉണ്ടായിരുന്നെന്ന് സോറയുടെ അടുത്ത് സിക്കാർ പറയുകയാണ്. നിനക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ വയറിൽ ഒരു പാടുണ്ടായിരിക്കും. അതെന്തോ അപകടം പറ്റിയാണെന്നാണ് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് സോറ അപ്പോൾ സിക്കാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ സിക്കാർ അന്ന് ചെറുപ്പത്തിൽ സോറയ്ക്ക് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തുകയാണ്. അത് കേട്ടതും സോറ ഞെട്ടിപ്പോകുന്നുണ്ട്. ശേഷം അവൾ പണ്ട് വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗർഭിണി പ്രേതം വിദുരിയുടെ ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സിക്കാർ അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ഇൻഡിഗോ കഴിവുകൾ ഒരിക്കൽ കൂടി നിന്നിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് പറ്റും. പക്ഷെ പിന്നീട് അത് ജീവിതത്തിൽ നിന്ന് പോവുകയില്ല. ആ ഒരു കഴിവ് കിട്ടുന്നതോട് കൂടിയിട്ട് ഇപ്പം നിന്റെ അനിയത്തിയെ ഒരു പരിധിവരെ ആ ഒരു ഗോസ്റ്റിൽ നിന്ന് രക്ഷിക്കാൻ നിനക്കും കഴിയും. ഇതെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ സോറയും നിന്റെയും ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനിയുള്ള ജീവിതം എന്തായാലും കുഴപ്പം പിടിച്ചതായിരിക്കും. അക്സയെ അതിൽ ഉൾപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് അക്സയുമായിട്ട് ബ്രേക്കപ്പ് പോവുകയാണ് സോറ. അതിനൊക്കെ ശേഷം നിന്റെ ആണെന്നുണ്ടെങ്കിൽ സിക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാല അവരുടെ വാതിലിൽ തൂക്കുന്നുണ്ട്. ഇവര് രണ്ടുപേരും പരസ്പരം എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി നമ്മുടെ നിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സോഫയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. TV ഒക്കെ ഓഫാക്കിയിട്ട് അവൾ ചുമ്മാ ഒന്ന് കിച്ചൺ വരെ പോയതാ. അപ്പോഴേക്കും അവിടുത്തെ ഒരു വാതിൽ ഇങ്ങനെ തുറന്നു കിടക്കുന്ന അവൾ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു ഈരി സൗണ്ട് വരികയാണ്. അതായത് അങ്ങനെയൊക്കെ ഒരു സൗണ്ട്. അങ്ങനെ ആ ഒരു പ്രേതം വീണ്ടും അവളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവളുടെ ചേച്ചിയുടെ റൂമിലേക്ക് ഓടിക്കയറി. എന്താ മോള് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ സോറ വാതിൽ തുറക്കാനായിട്ട് പോവാണ്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒന്നും തന്നെ കാണാനില്ല. നമ്മുടെ നിന്റെ ആണെന്നുണ്ടെങ്കിൽ പുതപ്പിൽ പൊളിച്ചിരിക്കുകയാണ്. പുതപ്പിന്റെ ഉള്ളിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രേതം വന്നിട്ട് അവളങ്ങനെ വിഴുങ്ങാനായിട്ട് നിൽക്കുകയാണ്.
അവളാകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് ഈ ഒരു പ്രേതം പോവുകയാണ്. എന്തോ ഭാഗ്യത്തിന് സോറയ്ക്ക് അവളെ രക്ഷിക്കാനും കഴിഞ്ഞു. സിക്കാർ പറഞ്ഞതുപോലെ ഇൻഡിഗോ കഴിവുകൾ വീണ്ടും തന്നിലേക്ക് തന്നെ ആക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ സോറയ്ക്ക് സമ്മതമാണ്. നിസ്കാരത്തിന് ശേഷം നിന്റെയും സോറയും അക്സയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ സിക്കാറിന്റെ ആ ഒരു വീട്ടിലേക്ക് പോയേക്കാണ്. സിക്കാറിന്റെ മകളായിട്ടുള്ള എൽമയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കഴിവുകൾ നമ്മുടെ സോറയ്ക്ക് തിരിച്ചു കിട്ടുകയാണ്. ഇപ്പം അവൾ കണ്ണടയ്ക്കുമ്പോൾ അവളുടെ പാസ്റ്റിലേക്കാണ് അവൾ പോകുന്നത്. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവൾക്ക് അവിടെ പോയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവളുടെ മാതാപിതാക്കൾ സംസാരിക്കുന്നതും അവൾക്ക് പേര് നൽകുന്നതും എല്ലാം തന്നെ. പിന്നീട് അവൾ കണ്ണടയ്ക്കുമ്പോൾ മറ്റൊരു കാര്യമാണ് കാണുന്നത്. അതായത് വളരെ ചെറുപ്പത്തിൽ അവളുടെ ദേഹത്ത് നിന്ന് ഈ ഒരു ഇൻഡിഗോ കഴിവുകളൊക്കെ മാറ്റാനായിട്ട് സിക്കാറിൻ്റെ അടുത്ത് തൻ്റെ മാതാപിതാക്കൾ പറയുന്ന അതേ സീന്. അപ്പോഴേക്കും ഈ ഒരു ഗർഭിണി പ്രേതം അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സോറയുടെ ദേഹത്തേക്ക് കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സിക്കാർ വിട്ടുകൊടുത്തില്ല. അവളുടെ ശരീരത്തിൽ നിന്നും ആ ഒരു ഇൻഡിഗോ കഴിവുകൾ ഇല്ലാതാക്കിയതോട് കൂടിയിട്ട് ആ ഒരു പ്രേതം അവിടെ നിന്നും അപ്രത്യക്ഷമായിട്ട് പോവുകയാണ്. താൽക്കാലികമായിട്ടായിരുന്നു ആ ഒരു അപ്രത്യക്ഷമാവൽ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു റിച്വലും മറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മുടെ സോറ എണീറ്റ് നോക്കുമ്പോൾ അവൾ വീട്ടിലായിരുന്നു. അക്സയും നിന്റെയും അടുത്ത് തന്നെയുണ്ട്. പെട്ടെന്നാണ് അവൾക്കൊരു ഫോൺ കോൾ വരുന്നത്. അവളുടെ ആർട്ട് ഗാലറിയിൽ നിന്നായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒറ്റയ്ക്ക് നമ്മുടെ സോറ അവളുടെ ആർട്ട് ഗാലറിയിലേക്ക് പോവുകയാണ്. അവിടെ പോയി നോക്കുമ്പോൾ ഒരു വയസ്സായ മനുഷ്യന് അവിടെ ഇങ്ങനെ ഒരു ഫോട്ടോയും നോക്കി നിൽക്കുകയാണ്. ഇതെന്താ സംഭവം നമുക്ക് പിടികിട്ടുന്നില്ല. അയാളുടെ അടുത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. ആ ഒരു കണ്ണാടിയിലേക്ക് ഇവൾ ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ കണ്ണാടിയിൽ അയാളെ കാണാനില്ല. അതായത് അതൊരു ഗോസ്റ്റ് ആയിരുന്നു. ഇവൾക്ക് ഇപ്പോൾ ആ ഒരു പവർ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഗോസ്റ്റുകളൊക്കെ ഇവൾക്ക് കാണാനായിട്ട് പറ്റും. ഇവളാകെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. കണ്ണാടി നോക്കുമ്പോൾ അയാളെ കാണാനില്ല. ഇയാളാണെന്നുണ്ടെങ്കിൽ എത്ര വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോഴാകട്ടെ അയാൾക്ക് കണ്ണുകളില്ല. വായും പിളർന്നുകൊണ്ട് ആ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവൾ അലറി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഒരു ഓട്ടാണ്. ഓട്ടം എന്ന് പറഞ്ഞാൽ ഇജാതി ഓട്ടം ഉണ്ടാവും. എന്നിട്ട് വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ തുറക്കാനും പറ്റുന്നില്ല. ഈ പ്രേതാണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ ഇങ്ങനെ ഒരുമാതിരി സൗണ്ട് ഉണ്ടാക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് അത്. എന്നിട്ടും ഇവൾക്ക് ഈ താക്കോലിട്ട് തുറക്കാൻ പറ്റുന്നില്ല. ആ വയസ്സൻ പ്രേതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ഒരു വിധത്തിൽ അവൾ എങ്ങനെയൊക്കെയോ ആ ഒരു വാതിൽ തുറന്ന് വേറൊരു സ്റ്റോർ റൂമിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിമയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നല്ലോ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. അതിൻ്റെ മേത്ത് ഏതോ ഒരു പ്രേതം കയറിയിട്ട് അത് നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണെന്നുണ്ടെങ്കിൽ പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് സോറ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും വാതിലും തുറന്നുകൊണ്ട് അങ്ങോട്ടേക്ക് ആരൊക്കെയോ വരുന്നുണ്ട്. ഇവള് കണ്ണടച്ച് പിടിച്ച് നിൽക്കുകയാണ്. ഇതെന്താ സംഭവിക്കുന്നത് ഒരു പിടുത്തമൊക്കെ ഇല്ലല്ലോ. അങ്ങനെ അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അത് അക്സയും അതുപോലെ തന്നെ നിന്റെയും ആയിരുന്നു. അങ്ങനെ സോറയെ സമാധാനിപ്പിച്ചിട്ട് അക്സയും നിന്റെയും അൽമയും കൂടി സിക്കാറിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം സിക്കാർ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. അങ്ങനെ നിന്റെയും അൽമയും ഒറ്റയ്ക്കായപ്പോഴാണ് ഈ ഡഫയ്ക്ക് എന്താണ് ഇത്ര ഈ ഒരു കാര്യത്തിനോട് ദേഷ്യം, അമ്മയുടെ അടുത്ത് ദേഷ്യം എന്ന് നമ്മുടെ നിന്റെ അൽമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പണ്ട് അമ്മ, അതായത് സിക്കാറും പുള്ളിക്കാരിയുടെ ഭർത്താവായിട്ടുള്ള അൻവറും കൂടി ചേർന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ദേഹത്തുള്ള നീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ദേഹത്തുള്ള പ്രേതത്തെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സോസിസം ചെയ്യുക. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തന്നെ മംഗളമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രേതം അവിടെ നിന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സിക്കാർ അവളുടെ ആ ഒരു മാലയുമായിട്ട് ആ പ്രേതത്തെ അവിടെ മൊത്തം നോക്കുകയാണ്. അതിനിടയ്ക്ക് അൻവറിന് ആ പ്രേതം പിടികൂടുകയും അൻവറിനെ അവളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ തീർത്ത് കളയുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ സിക്കാറിൻ്റെ മകനായിട്ടുള്ള ഡഫയ്ക്ക് ഈ ഒരു കാര്യങ്ങളിൽ പ്രേതങ്ങളുടെ പിന്നാലെ പോകുന്നതിലും അതിനെ തളയ്ക്കാനായിട്ട് പോകുന്നതിലും കാര്യങ്ങളിലൊക്കെ താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. അമ്മയോട് ഇപ്പോൾ അവന് വെറുപ്പാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ അന്ന് രാത്രി ബാത്റൂമിലേക്ക് ഇപ്പം നിന്റെ വന്നേക്കാണ്. പുറകിലാണെങ്കിൽ ആ ഒരു പ്രേതം വന്ന് നിൽക്കുന്നുണ്ട്. അത് അവൾ ആദ്യം കാണുന്നില്ല. പിന്നീട് നോക്കുമ്പോൾ ഒരു കർട്ടന് പുറകിലായിട്ട് ആരോ നിൽക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. അത് തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. ഇതെന്താ സംഭവം നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോഴാണ് ആ ഒരു ബാത്ടബിൽ നിന്ന് ഈ ഒരു പ്രേതം അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവരും അങ്ങോട്ടേക്ക് അപ്പം തന്നെ ഓടി വരുന്നുണ്ട് ഇവളുടെ അലർച്ചയൊക്കെ കേട്ടിട്ട്. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അക്സയാണെന്നുണ്ടെങ്കിൽ തുറന്നു നോക്കുമ്പോൾ ഈ ഒരു പ്രേതത്തെ ബാക്കിയുള്ളവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇൻഡിഗോ കഴിവുള്ള നമ്മുടെ സോറയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോഴേക്കും സിക്കാർ വന്നിട്ട് ആ മാല ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ റിച്വൽ ചൊല്ലിയതിന് ശേഷം ആ പ്രേതത്തെ അവിടെ നിന്ന് ഓടിച്ച് കളയുന്നുണ്ട്. അങ്ങനെ ഇപ്പം എന്തോ ഭാഗ്യത്തിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ് നിന്റെ. വിതുരിയുടെ പ്രേതം അവിടെ നിന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിക്കാർ തൻ്റെ മകളായിട്ടുള്ള അൽമയും കൂട്ടിയിട്ട് ആ പ്രേതത്തെ തളയ്ക്കാനായിട്ട് ഇപ്പോൾ വന്നേക്കാണ്. പക്ഷേ മറ്റൊന്നാണ് നടന്നത്.
ഈ ഒരു വിതുരി എന്ന് പറയുന്ന ആ പ്രേതം വന്നിട്ട് നമ്മുടെ അൽമയെ പിടികൂടുകയും ആ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ചാടുകയും ചെയ്യുകയാണ്. അൽമയെ രക്ഷിക്കാനായിട്ട് സിക്കാറും അതുപോലെ തന്നെ മകനായിട്ടുള്ള ഡഫയും അങ്ങോട്ടേക്ക് താഴേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അൽമ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മകനായിട്ടുള്ള ദഫയ്ക്ക് ഇപ്പോഴും അമ്മയോടുള്ള ആ ഒരു ദേഷ്യവും വെറുപ്പും കാര്യങ്ങളൊക്കെ ഇരട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ പ്രേതത്തെ തളയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ തന്റെ അമ്മ പോകുന്നത് കണ്ടിട്ട് അവൻ ചീത്ത പറയുന്നുണ്ട്. ശേഷം അവന്റെ അമ്മ പറയുകയാണ്, എൻ്റെ മകളെയും എൻ്റെ ഭർത്താവിനെയും എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി നിന്നെയും എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ കാര്യം വളരെ മോശമാണ്, ആര് സഹായിച്ചിട്ടില്ലെങ്കിലും ഞാൻ അവളെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സിക്കാർ നേരെ നിന്റെയും സോറയും കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അവളിപ്പോൾ സെമി കോമയിലാണെന്ന് പറയുന്നുണ്ട്, അതായത് നമ്മുടെ എൽമ. ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന സിക്കാർ ഒരു കാര്യം സോറയുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. നിനക്ക് ഈ ഒരു വിതുരി എന്ന് പറയുന്ന പ്രേതത്തിന്റെ പാസ്റ്റ് കാണാനായിട്ട് കഴിയും, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് കാണാനായിട്ട് കഴിയും എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോൾ ഒരു കഫേയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അവൾക്കൊരു ബുക്കും പേനയും കൊടുക്കുന്നുണ്ട്. ആ ബുക്കിൽ ചിത്രരൂപത്തിൽ അവൾക്ക് എന്താണോ മനസ്സിൽ തെളിയുന്നത് അത് അവൾ വരയ്ക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആ ഒരു പാസ്റ്റിലേക്ക് ഇപ്പോൾ അവൾ പോവുകയാണ്. സോറയുടെ ഗ്രാൻഡ് മദറിനെയും ഗ്രാൻഡ് ഫാദറിനെയാണ് ഇപ്പോൾ അവൾ കാണുന്നത്. ഈ ഗ്രാൻഡ് മദറിന് ഇൻഡിഗോ പവർ ഉണ്ടായിരുന്നു, അതായത് കാണാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ പ്രേതങ്ങളെ കാണാനുള്ള കഴിവുണ്ടായിരുന്നു. അത് അവള് മിസ്യൂസ് ചെയ്യുകയായിരുന്നു. പിന്നീട് കാണുന്നത് ഗർഭിണിയായിട്ടുള്ള വിതുരിയെയാണ്. അതായത് ഈ ഒരു ഗർഭിണിയായിട്ടുള്ള വിതുരിയെയും കൊണ്ടിട്ട് സാത്താന് സമർപ്പിക്കുകയാണ് ഈ ഒരു ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും കൂടി ചേർന്നിട്ട്. അവർക്ക് വെൽത്തും അതുപോലെ തന്നെ സ്വത്തുകളും മറ്റൊക്കെ കിട്ടാനായിട്ട് സാത്താനുമായിട്ട് ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയായിരുന്നു അത്. ആ ഒരു കർമ്മത്തിൽ വിതുരിയെ അവൾ കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇവർക്കൊരു കുഞ്ഞ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം രാത്രി നല്ല മഴ പുറത്ത് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ടിൽ കിടന്നിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്രാൻഡ് മദർ. ആരോ പുറത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട്. അത് ആ ഒരു ഗർഭിണി പ്രേതമായിരുന്നു, അതായത് നമ്മുടെ വിതുരി. ഈ ഗ്രാൻഡ് മദറിന് ഇൻഡിഗോ പവർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രേതത്തിന്, ഈ ഒരു വിതുരിക്ക് ഈ ഗ്രാൻഡ് മദറിന്റെ ദേഹത്തേക്ക് കയറാൻ പറ്റുമെന്ന് ഗ്രാൻഡ് മദർ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് മദർ സ്വയം കത്തി കൊണ്ട് കുത്തിയിട്ട് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിതുരി പ്രഗ്നന്റ് ആയിരുന്നല്ലോ, അവൾക്ക് ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡിഗോ പവർ ഉള്ള ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മേലേക്ക് അവൾക്ക് കയറണം. എന്നിട്ട് വേണം ഈ ഒരു ലോകത്തേക്ക് അവളുടെ കുഞ്ഞിനെ അവൾക്ക് വരവേൽക്കാനായിട്ട്. അങ്ങനെ ഒരു കുഞ്ഞ് ഈ ഒരു ലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മാനവരാശിക്ക് തന്നെ ഭീഷണിയാണ്. അന്ന് രാത്രി നമ്മുടെ സോറയാണെന്നുണ്ടെങ്കിൽ അനിയത്തിയായിട്ടുള്ള നിന്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്നുണ്ട്. ശേഷം അവൾ ഹാളിലേക്ക് പോയപ്പോഴാണ് അക്സയുടെ ഫാദർ അങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ഫാദർ എന്ന് പറഞ്ഞാൽ പ്രേതം. പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്തതെന്നായിരുന്നു അക്സ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും സംഭവിച്ചത് അതായിരുന്നില്ല എന്ന് അക്സയുടെ ഫാദറിന്റെ പ്രേതം വന്നിട്ട് ഇപ്പം നമ്മുടെ സോറയുടെ അടുത്ത് പറയുകയാണ്. അന്ന് രാത്രി തൻ്റെ യജമാനായിട്ടുള്ള ഈ നമ്മുടെ സോറയുടെ ഗ്രാൻഡ് ഫാദർ എന്തോ ഒരു കർമ്മവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് പുള്ളിക്കാരൻ കാണുന്നുണ്ട്. ഈ അർദ്ധരാത്രിയിൽ അങ്ങേരിത് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അക്സയുടെ ഫാദർ അയാളെ പിന്തുടർന്ന് പോയപ്പോൾ അയാൾ സാത്താന് വേണ്ടി സേവിക്കുന്ന ഒരാളാണെന്ന് ഇയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ആ ഒരു വള്ളിപ്പിടർപ്പിൽ നിന്ന് സൗണ്ടൊക്കെ കേട്ടിട്ട് ഈ ഗ്രാൻഡ് ഫാദർ വന്നിട്ട് അക്സയുടെ ഫാദറിനെ അവിടെ വെച്ച് തീർക്കുകയാണ്. അങ്ങനെയാണ് പുള്ളിക്കാരൻ മരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ അക്സയുടെ ഫാദറിന്റെ പ്രേതം വന്നപ്പോൾ സോറ പേടിച്ച് നിലവിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ അക്സയ്ക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. അക്സയുടെ അടുത്ത് നമ്മുടെ സോറ പറഞ്ഞു, നിന്റെ അച്ഛൻ മരിച്ചതായിരുന്നില്ല, എൻ്റെ അച്ഛനെ കൊന്നതായിരുന്നു, അതും എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു അങ്ങനെ കൊന്നിട്ടുണ്ടായിരുന്നൊക്കെ പറയുമ്പോൾ അക്സയ്ക്കും ഒരുപാട് വിഷമാവുന്നുണ്ട്. അക്സയുടെ ഫാദർ ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുള്ളിക്കാരൻ എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അത് ഈ ഒരു ഗ്രാൻഡ് മദറിനെ കുഴിച്ചിട്ട സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ സിക്കാർ ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു റിമൈൻസ്, അതായത് അസ്ഥിയും മറ്റും, ഈ ഒരു ഗ്രാൻഡ് മദറിന്റെ അസ്ഥിയും മറ്റും എടുത്തുകൊണ്ട് വന്നിട്ട് നശിപ്പിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്രേതത്തെ എന്നേക്കുമായിട്ട് തളയ്ക്കാനായിട്ട് പറ്റുന്നത്. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ അക്സ കാറും എടുത്തിട്ട് പോകുന്നുണ്ട് ആ ഒരു റിമൈൻസ് എടുക്കാനായിട്ട്. അപ്പോഴേക്കും ഈ ഗ്രാമവാസികളൊക്കെ അത് എടുത്ത് വയ്ക്കുന്നുണ്ട് അക്സ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും. സിക്കാറിന്റെ മകനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുൾ സപ്പോർട്ടാണ്. കാരണം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡഫ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ കൂടെ ഞാനും ഉണ്ട് എന്ത് സപ്പോർട്ടിനും എന്ന് പറഞ്ഞിട്ട് അവനും കൂടെ ഇപ്പോൾ ഈ ഒരു പ്രേതത്തെ തളയ്ക്കാനായിട്ട് ഇപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അസ്ഥിയും മറ്റുമായിട്ട് വരുന്ന നമ്മുടെ അക്സയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അവന്റെ ബോസ് ആയിട്ടുള്ള യുഡി എന്ന് പറയുന്ന ആളുടെ പണിയായിരുന്നു അത്. അവൻ ആ ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പോവുകയാണെന്നും കറപ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ വെളിപ്പെടുത്തുമെന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രതികാരമായിട്ട് അയാൾ ചെയ്ത പണിയായിരുന്നു അത്. ഇതേ സമയം ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോറയുടെ ദേഹത്തേക്ക് ആ ഒരു പ്രേതം കയറിക്കൊണ്ടിരിക്കുകയാണ്, അതായത് വിതുരി. ഇനി ഇവർക്ക് എല്ലാവർക്കും നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നും കഴിയില്ല. കാരണം അക്സ ആ ഒരു അസ്ഥിയുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ സിക്കാറും അതുപോലെ തന്നെ അവരുടെ മകനായിട്ടുള്ള ദഫയും കൂടി ചേർന്നിട്ട് ഈ ഒരു പ്രേതത്തെ തളയ്ക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നേ ഇല്ല. ഈ പ്രേതാണെന്നുണ്ടെങ്കിൽ ഇവരെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ അടുത്ത് പറയാണ്, ഞാൻ കുറേ നാളായി എന്തെങ്കിലുമൊക്കെ നല്ല രുചിയോടെ കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പോയി ഉണ്ടാക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദഫയെ കിച്ചണിലേക്ക് വിടുകയാണ്.
എന്നിട്ട് തീന്മേശയിൽ പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ ദഫ പാചകമൊക്കെ ചെയ്തിട്ട് ഈ പ്രേതത്തിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് ആർത്തിയോട് കൂടിയിട്ട് ഈ ഒരു പ്രേതം അത് കഴിക്കുകയാണ്. ശേഷം നമ്മുടെ ദഫയെ നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി സമീപിക്കുകയാണ്. അതായത് ഈ ഒരു പ്രേതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് എങ്ങനെയെങ്കിലും പ്രഗ്നൻ്റ് ആവണം, അത് ദഫയിൽ നിന്നും ആവണമെന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ മാത്രമേ ഭൂമിയിലേക്ക് ആ ഒരു സാത്താൻ കുഞ്ഞിന് പുറത്തേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. ഇതേ സമയം സിക്കാറാണെന്നുണ്ടെങ്കിൽ അക്സയെ വിളിച്ച് കിട്ടുന്നില്ല, അവനെന്തോ പറ്റിയിട്ടുണ്ട്, നീ ഒന്ന് പോയി നോക്കാനായിട്ട് അൽമയുടെ അടുത്ത് പറയുകയാണ്. ഇതേ സമയം ഈ പ്രേതാണെന്നുണ്ടെങ്കിൽ ദഫയെ വശീകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അവൻ്റെ അമ്മയായിട്ടുള്ള സിക്കാറും അതുപോലെ തന്നെ ദഫയും കൂടി ചേർന്നിട്ട് ഈ ഒരു പ്രേതത്തെ തളയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു ഈ ഒരു വിതുരി എന്ന് പറയുന്ന പ്രേതത്തിന്റെ ശക്തി. ഇവർക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അക്സയെ അന്വേഷിച്ച് പോയിട്ടുള്ള അൽമയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പോകുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് നടന്നേക്കുന്നു. അത് അക്സയുടെ കാറാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അക്സയെ ആംബുലൻസിലേക്ക് കയറ്റാനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അക്സ ആ കാറിൽ തന്നെ ആ ഒരു റിമൈൻസ് ഉണ്ട്, ആ അസ്ഥിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. അൽമ അത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അൽമ ആ ഒരു അസ്ഥിയുമായിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അത് തൻ്റെ അമ്മയുടെ അടുത്ത് അവൾ ഏൽപ്പിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ സിക്കാറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു റിച്വലും കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു അസ്ഥി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തീയിലേക്ക് ഇടാൻ പോകുമ്പോഴേക്കും ഈ ഒരു പ്രേതാണെന്നുണ്ടെങ്കിൽ ആക്രോശിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വരാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും സിക്കാറ് അത് ആ ഒരു തീക്കുണ്ടത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്, 11 മണി ആ ഒരു സമയത്തിന് മുൻപായിട്ട് തന്നെ ഇത് ചെയ്യേണ്ടതായിരുന്നു. സമയം ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വിതുരിയുടെ പ്രേതം ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവില്ല എന്ന് നമ്മുടെ സിക്കാറ് പറയുന്നുണ്ട്. എന്നാലും അൽമയെയും സീറയെയും ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഇപ്പോൾ സിക്കാറിന് സാധിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലാതെ എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. സോറയുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും കൂടി ആ ഒരു സാത്താന്റെ ശക്തി കൊണ്ട് നേടിയ സ്വത്തുക്കളും മറ്റുമെല്ലാം നമ്മുടെ സോറയും കുടുംബവും കൂടി ചേർന്നിട്ട് ഇപ്പോൾ അനാഥാലയത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. യുഡി എന്ന് പറയുന്ന ആ ഒരു ബോസിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറെ കാത്തിരിപ്പിന് ശേഷം അക്സയും അതുപോലെ തന്നെ നമ്മുടെ സോറയും കല്യാണം കഴിക്കുകയാണ്. അധികം വൈകാതെ തന്നെ നമ്മുടെ സോറ ഗർഭിണിയാവുകയും ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം നിന്റെ റൂമിൽ നിന്ന് നമ്മുടെ സോറ ഒരു സൗണ്ട് കേട്ട് പോയി നോക്കുമ്പോൾ അവൾ വീണ്ടും പറയാണ്, ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, ഈ ഒരു ഭൂമിയിലേക്ക് സാത്താന്റെ കുഞ്ഞുങ്ങളൊക്കെ വരാൻ പോകുന്നതെന്നും ഈ ലോകം അവസാനിക്കാൻ പോകുന്നതെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്ന്. അപ്പോഴാണ് നമ്മുടെ സോറയ്ക്കൊരു സംശയം. അവളുടെ ആ ഒരു വയർഭാഗം നോക്കുകയാണ്. നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കുട്ടിയുടെ കരങ്ങളും കാണുന്നുണ്ട്. അതായത് നേരത്തെ സോറയുടെ ദേഹത്തേക്ക് വിതുരി കയറിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ തന്നെ അവൾ ആ ഒരു കുഞ്ഞിനെ ഈ നമ്മുടെ സോറയുടെ ദേഹത്തേക്ക് ഇൻജെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാന്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇനി ജനിക്കാൻ പോകുന്നത് സാത്താന്റെ കുഞ്ഞാണോ എന്നൊരു സംശയമുണ്ട്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഇൻഡിഗോ എന്ന് പറയുന്ന 2023 പുറത്തിറങ്ങിയിട്ടുള്ള ഈ കിഡിലൻ ഇന്തോനേഷ്യൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാ